സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യം സഹായം, അത്യന്താപേക്ഷിതമായ ഘടകം അത് മീസാൻ തൂക്കുമ്പോഴല്ലേ. അവിടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ സംരക്ഷിക്കുന്നത്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടുന്നതാ നമ്മളെ സ്നേഹിച്ചതിന് ഒരു കയ്യും കണക്കുണ്ടോ മുഅ്മിനീങ്ങളെ? അവസാനം അവിടുന്ന് നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ട്. അവിടുന്ന് കരഞ്ഞത് അഹ്ലു ബൈത്തിനെ കുറിച്ച് ഓർത്തിട്ടല്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഓർത്തിട്ടല്ല, സഫിയ റളിയല്ലാഹു അൻഹയെ ഓർത്തിട്ടല്ല, സൗദ റളിയല്ലാഹു അൻഹയെ ഓർത്തിട്ടല്ല, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരൊറ്റ ഭാര്യമാരെ കുറിച്ചും ഓർത്തിട്ടല്ല, കരളിന്റെ കഷ്ണമായ ഫാത്തിമത്തു സഹറ ബത്തൂൽ റളിയല്ലാഹു അൻഹയെ ഓർത്തിട്ടല്ല, അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന റളിയല്ലാഹു അൻഹുമയെ കുറിച്ച് ഓർത്തിട്ടല്ല, ഹംദ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഓർത്തിട്ടല്ല, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഓർത്തിട്ടല്ല, പിൻതലമുറക്കാരായ അവർക്ക് ശേഷം വരുന്നതായ എന്നെയും നിങ്ങളെയും ഓർത്തിട്ടാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞത്. ഒന്ന് ചിന്തിക്കും മുഅ്മിനീങ്ങളെ, നമ്മളെ ഇത്രത്തോളം സ്നേഹിച്ചൊരു നേതാവിനെ നമ്മളെങ്ങനെയാണ് ഉപേക്ഷിക്കുക? ആ നേതാവിന് ഇഷ്ടപ്പെടാത്തത് നമ്മളെങ്ങനെയാണ് ചെയ്യുക? ഹറാം എങ്ങനെയാണ് പിടിക്കുക? ഹലാലല്ലാത്തത് എങ്ങനെയാണ് ഭക്ഷിക്കാൻ പറ്റുക? ഹറാമിലേക്ക് കണ്ണ് പായിക്കാൻ എങ്ങനെയാണ് പറ്റുക? ഖബർ നമുക്ക് ഒരുങ്ങിക്കിടപ്പില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആ ഖബറിലേക്ക് പോകേണ്ടവരല്ലേ? അതുകൊണ്ട് സമയമേറെ വൈകിട്ടുണ്ട്. ഒരുപാട് വാദു പറയാൻ ബഹുമാനപ്പെട്ട തങ്ങൾ ഉപ്പാപ്പയെ പോലെ വലിയ ആലിമോ അല്ലെങ്കിൽ അവിടുത്തെ പോലെ വലിയൊരു പ്രതീക്ഷ നിങ്ങളെല്ലാ വിഷയങ്ങളും സഖാഫി ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞതാണ്. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ തങ്ങളുപ്പാപ്പാനെ പോലെ വലിയൊരു ദുആഇന് ഞാൻ നേതൃത്വം കൊടുക്കാൻ പറ്റണമെന്നില്ല. എന്നാലും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്ത് വന്നവരാണ് നിങ്ങൾ. ഇവിടെ ഞാൻ വരുന്നതല്ല പ്രത്യേകം, ഇവിടെ ഞാൻ വരുന്നതൊന്നുമല്ല പ്രത്യേകത. പിന്നെയോ ഇത് മുബാറക്കായ മജ്ലിസാണ്. സാദാത്ത് നേതൃത്വം കൊടുക്കുന്നു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.